ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് HTML ഫോമിനെ എങ്ങനെ പാബ്ലി ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുകൾ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു അത്. കാരണം നമ്മൾ വേർഡ് പ്രസ്സിലൊക്കെ പല പ്ലഗിൻസ് യൂസ് ചെയ്യുന്ന സമയത്തും ഈ പ്ലഗിൻസ് എല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് പാബ്ലി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ആ പ്ലഗിൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം WP ഫോം, കോൺടാക്ട് സെവൻ എന്നൊക്കെ പറയുന്നുള്ള ഇതേപോലുള്ള പ്ലഗിൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ HTML നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫോം നമുക്ക് എങ്ങനെ പാബ്ലി ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് CSS-ഉം HTML-ഉം JavaScript ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ഫോമിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു കോഡ് ഞാൻ കാണിച്ചു തരാം. കോഡ് വരുന്നത് ഏകദേശം ഈ രീതിയിലാണ്. ഫോം ആക്ഷൻ വെബ് ഹുക്ക് ലിങ്ക് മെത്തേഡ് പോസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഫോം ആക്ഷൻ മുതൽ ആ ഫോം ഡാറ്റ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് ആണ് ഫോമിന്റെ ഡിസൈനും കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CSS കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം കോഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പാബ്ലിയിലാണ്. ഓക്കെ, പാബ്ലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലിവിടെ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് വർക്ക് ഫ്ലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു നെയിം കൊടുക്കാം. എന്ത് നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ആ വർക്ക് ഫ്ലോ ഇതിന്റെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. HTML ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ഫ്ലോ ആണ് വരിക. ഇതിൽ ഫസ്റ്റത്തെ വെബ് ഹുക്ക് എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ വെബ് ഹുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ലോഡ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈ സെർച്ച് ആൻഡ് സെലക്ട് എന്നുള്ള അല്ലെങ്കിൽ ട്രിഗർ ഇവന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാച്ച് വെബ് ഹുക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വെബ് ഹുക്ക് URL കിട്ടും. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ സെറ്റ് വെച്ച കോഡിൽ ഈ വെബ് ഹുക്ക് ലിങ്ക് എന്നുള്ള ഈ പോർഷനിൽ നിങ്ങൾ ജസ്റ്റ് ഇത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തതിനു ശേഷം അത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോം റെഡിയായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോം ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പേര് കൊടുത്തു. പേര് ഞാൻ ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഓക്കെ ഒരു മെയിലും കൊടുത്തു. ഞാൻ അതിനുശേഷം സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് സക്സസ് എന്ന് പറഞ്ഞിട്ട് വരും. അതിനുശേഷം നിങ്ങളെ HTML ഇതിൽ വരിക. സോറി, നിങ്ങളെ പാബ്ലിയിലേക്ക് വരിക. പാബ്ലി വന്ന് ചില സമയത്ത് ഇത് ഫസ്റ്റ് ടൈം ഇത് കണക്ട് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഒന്ന് ലോഡ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു റെസ്പോൺസ് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഞാൻ കൊടുത്ത ആ ഒരു നെയിമും ആ ഒരു ഇമെയിൽ ID ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ അവിടെ അടുത്തൊരു നോഡ് അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ ഗൂഗിൾ ഫോം കൊടുക്കുകയാണ്. സോറി, ഗൂഗിൾ ഷീറ്റ് കൊടുക്കുകയാണ്. ഗൂഗിൾ ഫോം അല്ല, ഗൂഗിൾ ഷീറ്റ് കൊടുക്കുകയാണ്. ഗൂഗിൾ ഷീറ്റ്, അതായത് എനിക്ക് ഈ ഡാറ്റ, ഈ ഫോമിൽ നിന്ന് വരുന്ന ഡാറ്റ നേരെ ഗൂഗിൾ ഷീറ്റ് വരണം. അപ്പം ഞാൻ അതിനുശേഷം ഇവിടെ ആഡ് റോ കൊടുത്തു. ആഡ് ന്യൂ റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പം ജസ്റ്റ് ഞാൻ കണക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ആഡ് ന്യൂ കണക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ആ ഒരു എൻ്റെ ഒരു മെയിൽ ID സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ആ ഒരു HTML ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് സെലക്ട് ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഷീറ്റ് വന്നിട്ട് നമ്മളിവിടെ മാപ്പ് ചെയ്ത് കൊടുക്കണം ഏത് ഡാറ്റ ഏത് കോളത്തിലാണ് വരേണ്ടതെന്നുള്ളത്. അപ്പം നെയിം എന്നുള്ള കോളത്തിൽ എനിക്ക് വരേണ്ടത് ഇവിടെ വെബ് ഹുക്കിൽ നെയിം എന്നുള്ള ഡാറ്റയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഇമെയിലിൽ ജസ്റ്റ് ഇതിൽ ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സേവ് ആൻഡ് സെൻഡ് ടെസ്റ്റ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുത്തിരിക്കുക. ഓക്കെ, ഇപ്പം ആ ഒരു ഡാറ്റ നേരെ എൻ്റെ ഗൂഗിൾ ഷീറ്റിലേക്ക് വന്നു. ഇനി എനിക്ക് ഈ ഇമെയിലിലേക്ക് ഒരു ജിമെയിൽ അയക്കണം. ഓക്കെ, അതിന് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ജിമെയിൽ എന്നുള്ള ആപ്പാണ്. ജിമെയിൽ സെലക്ട് ചെയ്തു. ജിമെയിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ സെൻഡ് ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കണക്ട് കൊടുക്കുകയാണ്.
കണക്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആഡ് ന്യൂ കണക്ഷനിൽ കണക്ട് വിത്ത് ജിമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പോലെ തന്നെ വീണ്ടും ജിമെയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഏത് മെയിലിൽ നിന്നാണോ അയക്കേണ്ടത് ആ മെയിൽ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് സെലക്ട് കൊടുക്കുക. റെസിപ്പിയൻ്റ് അഡ്രസ്സ്, അത് ആര് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണ് മെയിൽ അയക്കേണ്ടത്, അത് നമ്മളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്ന ഈ ഒരു ഡാറ്റയിൽ നിന്ന് ആ ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡർ നെയിം ഞാനിവിടെ LWP എന്നാണ് കൊടുക്കുകയാണ്. അതിനുശേഷം സബ്ജക്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്നാണ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇമെയിൽ കണ്ടന്റ് വരുന്നുണ്ട്. ഈ ഇമെയിൽ കണ്ടന്റ് എന്നുള്ളിടത്ത് നമുക്ക് ഇപ്പം ഡിയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവരെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ സെലക്ട് എടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റും. ഹായ്, ദിസ് ഈസ് എ ടെസ്റ്റ് മെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മെയിലിൻ്റെ ഈ ഒരു ഫോർമാറ്റ് ഫുള്ള് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ഞാൻ സേവ് ആൻഡ് സെൻഡ് ടെസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഒന്ന് ലോഡാണ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം മെയിൽ സെൻഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മെയിലിൽ നിന്ന് സെൻഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ജിമെയിൽ എടുത്തു. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഡിലേ വരുന്നത്. ഇവിടെ സെൻഡ് മെയിൽ എന്നുള്ളതിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. സെൻഡ് മെയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിയർ കൃഷ്ണ, ഹായ് ദിസ് ഇസ് എ ടെസ്റ്റ് മെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെയിലിൽ നിന്ന് ആ ഒരു മെയിൽ പോയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ HTML ഫോം ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.